കാലത്തിന്റെ കറുത്ത തിരശീല നീക്കി നാം 3000 വർഷങ്ങൾക്കപ്പുറം ഒരു മഹാസാമ്രാജ്യത്തിന്റെ തിരുമുറ്റത്തെത്തി നിൽക്കുന്നു. പ്രവാചകനും ചക്രവർത്തിയുമായ സുലൈമാൻ നബി അലൈവസല്ലം തങ്ങളുടെ ദർബാർ. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത വിധം മനുഷ്യരും അദൃശ്യരായ ജിന്നുകളും ആകാശത്തിലെ പക്ഷികളും ഒരേ കമാൻഡിന് കീഴിൽ അണിനിരന്ന സൈനിക വ്യൂഹം. എന്നാൽ ആ സൈനിക പരിശോധനയിൽ പ്രവാചകൻ ഒരു വിടവ് ശ്രദ്ധിക്കുന്നു. കുടിനീർ കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ട ദൂരക്കാഴ്ചയുള്ള ആ വിശ്വസ്തൻ എവിടെ? ഹുദ്ഹുദ് പക്ഷി എവിടെ? അനുവാദമില്ലാതെ പദവി ഒഴിഞ്ഞു നിന്നാൽ കർശനമായ ശിക്ഷ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. നിശബ്ദത തളം കെട്ടി നിന്ന ആ അന്തരീക്ഷത്തിലേക്ക് അല്പനേരത്തിനകം കിതച്ചുകൊണ്ട് ആ പക്ഷി പറന്നു വീഴുന്നു. പക്ഷേ അതിൻ്റെ ചുണ്ടുകളിൽ പ്രവാചകന്റെ ക്രോധത്തെ തണുപ്പിക്കാൻ തക്കവണ്ണം അതിശയിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. താൻ ഒരു പുതിയ ലോകം കണ്ടെത്തിയിരിക്കുന്നു. പ്രവാചകൻ പോലും അറിയാത്ത ഒരു വിസ്മയ ഭൂമി. സബർ എന്ന ആ രാജ്യത്തെയും അവിടുത്തെ സുന്ദരിയായ രാജ്ഞിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ഹുദ്ഹുദ് കൈമാറുമ്പോൾ സുലൈമാൻ നബിയുടെ മനസ്സിൽ ഒരു പുതിയ നിയോഗം രൂപപ്പെടുകയായിരുന്നു. ഹുദ്ഹുദ് പക്ഷി കേവലം ഒരു സന്ദേശവാഹകൻ മാത്രമായിരുന്നില്ല. മരുഭൂമിയിലെ സൈനിക യാത്രകളിൽ ഭൂമിക്കടിയിലുള്ള ജലം കണ്ടെത്തുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാന ദൗത്യം. ഇതിനായി അള്ളാഹു ആ പക്ഷിക്കൊരു പ്രത്യേക ഉൾക്കാഴ്ച നൽകിയിരുന്നു. സുലൈമാൻ നബി ഒരിടത്ത് തമ്പടിക്കാൻ തീരുമാനിക്കുമ്പോൾ ജലം കണ്ടെത്താൻ ഹുദ്ഹുദ് സൈന്യത്തിൻ്റെ പയനിയറായി പ്രവർത്തിച്ചു. ഹുദ്ഹുദിൻ്റെ ഈ തിരോധാനം സുലൈമാൻ നബിയെ അലോസരപ്പെടുത്തിയത് അതുകൊണ്ടാണ്. എന്നാൽ ഹുദ്ഹുദ് കൊണ്ടുവന്ന വാർത്ത വളരെ ഗൗരവമുള്ളതായിരുന്നു. സബർ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ ഐശ്വര്യത്തെക്കുറിച്ചും അത് വിവരിച്ചു. അവിടെ ഒരു സ്ത്രീ ഭരിക്കുന്നുണ്ടെന്നും അവർക്കൊരു വലിയ സിംഹാസനമുണ്ടെന്നും ഹുദ്ഹുദ് അറിയിച്ചു. അതിലുപരി അവർ ഏകദൈവത്തെ മറന്ന് സൂര്യനെ ആരാധിക്കുന്നു എന്നതായിരുന്നു സുലൈമാൻ നബിയെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. യമനിലെ ചടുലമായ മണൽക്കാടുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന ഒരു സ്വർഗമായിരുന്നു സബർ. BC 10-ാം നൂറ്റാണ്ടിലെ ആധുനികതയുടെ പ്രതീകം. അവിടെ പ്രകൃതിയെ അവർ മെരുക്കിയത് ആയുധം കൊണ്ടല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ കരുത്തുകൊണ്ടായിരുന്നു. മാരിബ് എന്ന മഹാ അണക്കെട്ട്, മരുഭൂമിയെ പച്ചപ്പണിയിച്ച ആ മഹാത്ഭുതം സബൈനെ ലോകത്തിലെ സമ്പന്നമായ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റി. ഓരോ പ്രഭാതത്തിലും അണക്കെട്ടിലെ ജലം തങ്ങളുടെ വയലുകളിലേക്ക് ഒഴുകുമ്പോൾ അവർ നന്ദി പറഞ്ഞത് അള്ളാഹുവിനല്ലായിരുന്നു, മറിച്ച് തങ്ങൾക്ക് ചൂട് നൽകുന്ന സൂര്യനായിരുന്നു. രാജ്ഞിയായ ബൽക്കീസ് തൻ്റെ ജനതയെ ഭരിച്ചത് അങ്ങേയറ്റം ബുദ്ധിപരമായ ആസൂത്രണത്തോടെയായിരുന്നു. കിലോമീറ്ററുകളോളം നീളുന്ന തോട്ടങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളുടെയും സ്വർണത്തിൻ്റെയും വിപണികൾ. സബർ ഒരു വിസ്മയമായിരുന്നു. പക്ഷേ ഈ സമൃദ്ധിക്കിടയിലും ആത്മീയമായ ഒരു വലിയ ശൂന്യത അവർക്കുണ്ടായിരുന്നു. സുലൈമാൻ നബിയുടെ കണ്ണുകളിൽ അത് കേവലം ഒരു രാജ്യമല്ല, മറിച്ച് സന്മാർഗത്തിലേക്ക് തിരിച്ചു വിളിക്കേണ്ട ഒരു ജനതയായിരുന്നു. ഹുദ്ഹുദ് നൽകിയ സന്ദേശം ആ സ്വർണ സിംഹാസനത്തിൻ്റെ അടിത്തറ ഇളക്കാൻ പോകുന്ന ഒന്നായിരുന്നു. മാരിബ് അണക്കെട്ട് പുരാതന ലോകത്തെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. മൺസൂൺ കാലത്തെ മഴവെള്ളം ശേഖരിച്ച് വർഷം മുഴുവൻ കൃഷി നടത്താൻ ഈ സംവിധാനം അവരെ സഹായിച്ചു. 580 മീറ്റർ നീളവും 15 മീറ്റർ ഉയരവുമുള്ള ഈ അണക്കെട്ട് ചുണ്ണാമ്പുകല്ലുകളും ഉരുക്കിയ ഈയവും ഉപയോഗിച്ചാണ് ഉറപ്പിച്ചിരുന്നത്. ബൽക്കീസ് രാജ്ഞി ഭരിച്ചിരുന്ന ഈ കാലഘട്ടത്തെ സബുഇയൻ കാലഘട്ടം എന്ന് വിളിക്കുന്നു. അവർ ബുദ്ധിമതിയായ ഒരു ഭരണാധികാരിയായിരുന്നുവെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ ജനതയെ യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനു പകരം നയതന്ത്രത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാനാണ് അവർ ശ്രമിച്ചത്. ഹുദ്ഹുദ് പക്ഷി ആ സന്ദേശം കൊട്ടാരത്തിൻ്റെ നിഗൂഢതകളിലേക്ക് എത്തിച്ചു. രാജ്ഞിക്ക് മുന്നിൽ അല്പം അഹങ്കാരത്തോടെ, എന്നാൽ തികഞ്ഞ ഗൗരവത്തോടെ ആ പക്ഷി ആ കത്ത് ഉപേക്ഷിച്ചു. ഇത് സുലൈമാനിൽ നിന്നുള്ളതാണ്. ഇത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് തുടങ്ങുന്നത്. നിങ്ങൾ എനിക്കെതിരെ അഹങ്കരിക്കരുത്. കീഴടങ്ങിയവരായി മുസ്ലിംകളായി എൻ്റെ അടുത്തേക്ക് വരിക. ലളിതമെങ്കിലും ആ വരികൾ ബൽക്കീസ് രാജ്ഞിയെ ചിന്തയിലാഴ്ത്തി. തൻ്റെ ഉപദേശകരെ വിളിച്ചുകൂട്ടി അവൾ ഉപദേശം തേടി. യുദ്ധത്തിന് സന്നദ്ധരായ ശൗര്യമേറിയ സൈനികരായിരുന്നു അവർ. ഞങ്ങൾക്ക് കരുത്തുണ്ട്, യുദ്ധവീര്യമുണ്ട്, കൽപ്പനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് അവർ രാജ്ഞിയോട് പറഞ്ഞു. എന്നാൽ ബുദ്ധിമതിയായ ബൽക്കീസ് സമാധാനത്തിൻ്റെ വഴി തിരഞ്ഞു. രാജാക്കന്മാർ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ അത് തകർക്കപ്പെടുമെന്ന് രാജ്ഞിക്കറിയാമായിരുന്നു. സുലൈമാൻ നബിയുടെ ഉദ്ദേശം സമ്പത്തോ അതോ സത്യമോ എന്ന് തിരിച്ചറിയാൻ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അയച്ചു.
പ്രവാചകനെ പരീക്ഷിക്കാനുള്ള ആ തന്ത്രം പക്ഷേ സുലൈമാൻ നബിയുടെ വിശ്വാസത്തിന് മുൻപിൽ നിഷ്പ്രഭമായി. ബൽക്കീസ് രാജ്ഞിയുടെ നടപടി അങ്ങേയറ്റം നയതന്ത്രപരമായിരുന്നു. സുലൈമാൻ നബി വെറുമൊരു രാജാവാണെങ്കിൽ അദ്ദേഹം സമ്മാനങ്ങൾ സ്വീകരിക്കുകയും തങ്ങളുമായി ഒരു കരാറിലെത്തുകയും ചെയ്യുമെന്ന് അവർ കരുതി. എന്നാൽ സുലൈമാൻ നബി ആ സമ്മാനങ്ങളെ തിരസ്കരിച്ചു. അല്ലാഹു എനിക്ക് നൽകിയത് നിനക്ക് നൽകിയതിനേക്കാൾ മികച്ചതാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സുലൈമാൻ നബിയുടെ ലക്ഷ്യം ഭൗതികമായ ലാഭമായിരുന്നില്ല, മറിച്ച് സബ ജനതയെ തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസം നയിക്കുക എന്നതായിരുന്നു. ഈ തിരിച്ചറിവാണ് രാജ്ഞിയെ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ബൽക്കീസ് രാജ്ഞിയുടെ അഭിമാനമായിരുന്നു അവരുടെ സിംഹാസനം. പുരാതന ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി. സ്വർണവും മുത്തും രത്നങ്ങളും കോർത്തിണക്കിയ ആ മഹാസിംഹാസനം അവളുടെ അധികാരത്തിൻ്റെ ചെങ്കോലായിരുന്നു. സഭ വിടുമ്പോൾ അതീവ സുരക്ഷയോടെ 7 വാതിലുകൾക്കുള്ളിൽ പൂട്ടിയാണ് അവൾ യാത്ര തിരിച്ചത്. തൻ്റെ അഭാവത്തിൽ ആരും അത് കാണരുത് എന്നവൾ ആഗ്രഹിച്ചു. എന്നാൽ ജെറുസലേമിൽ മറ്റൊരു അത്ഭുതം ഒരുങ്ങുകയായിരുന്നു. സുലൈമാൻ തൻ്റെ സൈനികരോട് ഒരു ചോദ്യം ചോദിച്ചു. അവൾ ഇവിടെ എത്തുന്നതിന് മുൻപ് ആ സിംഹാസനം എൻ്റെ മുന്നിലെത്തിക്കാൻ ആർക്ക് കഴിയും? ഒരു അമാനുഷിക പോരാട്ടത്തിനാണ് അവിടെ തുടക്കം കുറിച്ചത്. ജിന്നുകളുടെ കായിക ശക്തിയും മനുഷ്യൻ്റെ ആത്മീയ ജ്ഞാനവും തമ്മിലുള്ള മത്സരം. ആ സിംഹാസനത്തിൻ്റെ രഹസ്യം സബയിൻ്റെ മണ്ണിൽ നിന്ന് ജെറുസലേമിൻ്റെ പ്രഭയിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അമാനുഷികമായ വഴിത്തിരിവാണ്. വിശുദ്ധ ഖുർആൻ ആ സിംഹാസനത്തെ അർഷുൻ അലീം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബൽക്കീസ് രാജ്ഞി ജെറുസലേമിലേക്ക് പുറപ്പെടുമ്പോൾ ആ സിംഹാസനം അതീവ സുരക്ഷയോടെ 7 വാതിലുകൾക്കുള്ളിൽ ഭദ്രമാക്കിയിരുന്നു. സുലൈമാൻ നബി ആ സിംഹാസനം ആവശ്യപ്പെട്ടത് തൻ്റെ പ്രവാചകത്വത്തിൻ്റെ കരുത്ത് തെളിയിക്കാനായിരുന്നു. സുലൈമാൻ നബിയുടെ സദസ്സിൽ നിശബ്ദത പടർന്നു. ജിന്നുകളുടെ കൂട്ടത്തിലെ മഹാബലവാനായ ഇഫ്രീത് മുന്നോട്ട് വന്നു. അങ്ങ് ഈ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനതിവിടെ എത്തിക്കാം എന്നവൻ അവകാശപ്പെട്ടു. അതൊരു മഹാ അത്ഭുതമായിരുന്നു. കിലോമീറ്ററുകൾക്കപ്പുറം പൂട്ടിക്കിടക്കുന്ന ഒരു ഭീമൻ സിംഹാസനം മിനിറ്റുകൾക്കുള്ളിൽ എത്തിക്കുക. എന്നാൽ അതിലും വലിയൊരു ശക്തി അവിടെ ഉണ്ടായിരുന്നു. വേദവിജ്ഞാനമുള്ള ഒരാൾ ശാന്തനായി എഴുന്നേറ്റു. അങ്ങയുടെ കണ്ണിമ ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാനത് ഇവിടെ എത്തിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. സുലൈമാൻ നബി കണ്ണുകൾ ചിമ്മി തുറന്നപ്പോൾ കണ്ടത് തൻ്റെ മുന്നിൽ വിസ്മയമായി നിൽക്കുന്ന സബാരാജ്ഞിയുടെ അതേ സിംഹാസനമാണ്. ഒരു അമാനുഷിക വിദ്യയുടെയും ജിന്നിന്റെ ശക്തിയുടെയും അപ്പുറത്തുള്ള ദൈവിക വിജ്ഞാനത്തിന്റെ കരുത്ത്. ആസ്വാഫുബ്നു ബർക്കിയ എന്ന ആ വിശ്വസ്തന്റെ നാവിലൂടെ അള്ളാഹു നടത്തിയ അത്ഭുതം. ഭൂമിയുടെ ദൂരം സെക്കൻഡുകൾക്കുള്ളിൽ ചുരുങ്ങിയ ആ നിമിഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ ടെലിപ്പോർട്ടേഷനായി ഇന്നും വിശ്വസിക്കപ്പെടുന്നു. സിംഹാസനം കൊണ്ടുവന്നത് സുലൈമാൻ നബിയുടെ മന്ത്രിയായ ആസ്വാഫുബ്നു ബർക്കിയാണെന്ന് ഭൂരിഭാഗം വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആസം മഹാനാമം അറിയാമായിരുന്നു. ഈ നാമം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ഭൂമിയുടെ ദൂരത്തെ ചുരുക്കിക്കൊടുത്തു. അള്ളാഹുവിൻ്റെ മഹാനാമത്തിന് 73 അക്ഷരങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ആസ്വഫിന് അറിയാമായിരുന്നത്. ആ ഒരു അക്ഷരത്തിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം ഭൂമിയെ ചുരുക്കി സിംഹാസനം കൊണ്ടുവന്നു. ഇത് സൂചിപ്പിക്കുന്നത് ജിന്നുകളുടെ ഭൗതിക ശക്തിയേക്കാൾ വലുതാണ് അറിവുള്ള വിശ്വാസിയുടെ ആത്മീയ ശക്തി എന്നതാണ്. ബൽക്കീസ് ജെറുസലേമിലെത്തിയപ്പോൾ അവരെ വരവേറ്റത് അവരുടെ തന്നെ സിംഹാസനമായിരുന്നു. അത് കണ്ടപ്പോൾ അവർ ആകെ വിഭ്രാന്തിയിലായി. ഇതാണോ നിന്റെ സിംഹാസനം എന്ന ചോദ്യത്തിന് ഇത് അതുപോലെ തന്നെയുണ്ട് എന്ന അതീവ തന്ത്രപരമായ മറുപടിയാണ് അവൾ നൽകിയത്. എന്നാൽ സുലൈമാൻ അവൾക്കായി കരുതിവെച്ച അടുത്ത വിസ്മയം അവളുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. ഒരു സ്ഫടിക കൊട്ടാരം, തറയിൽ വെള്ളം കെട്ടിനിൽക്കുന്ന തടാകമാണെന്ന് തെറ്റിദ്ധരിച്ച് രാജ്ഞി തൻ്റെ വസ്ത്രങ്ങൾ ഉയർത്തി. എന്നാൽ സുലൈമാൻ ശാന്തനായി പറഞ്ഞു, ഇത് വെള്ളമല്ല, മിനുസപ്പെടുത്തിയ സ്ഫടികമാണ്. ആ നിമിഷം ബൽക്കീസിന്റെ ഉള്ളിൽ സത്യത്തിന്റെ പ്രകാശം വെട്ടിത്തിളങ്ങി. താൻ ആരാധിച്ച സൂര്യൻ ഒരു സൃഷ്ടി മാത്രമാണെന്നും കാഴ്ചകൾക്ക് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞു. സ്ഫടികത്തിന് താഴെ ഒഴുകുന്ന വെള്ളം പോലെ യഥാർത്ഥ സത്യം അദൃശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ പ്രഖ്യാപിച്ചു, എൻ്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ
ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴടങ്ങുന്നു. സുലൈമാൻ നബി നിർമ്മിച്ച ഈ സ്ഫടിക കൊട്ടാരം സാർഹ് ഒരു വലിയ തത്വചിന്താപരമായ പാഠമായിരുന്നു. ബൽക്കീസിന്റെ ജനത സൂര്യനെ ആരാധിച്ചിരുന്നത് അത് കണ്ണു ചിമ്മിക്കുന്ന പ്രകാശവും പ്രതാപവും ഉള്ളതുകൊണ്ടാണ്. എന്നാൽ സ്ഫടികത്തെ വെള്ളമെന്ന് തെറ്റിദ്ധരിച്ചതുപോലെ അവർ സൃഷ്ടിയെ സ്രഷ്ടാവായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. കണ്ണുകൊണ്ട് കാണുന്നത് എപ്പോഴും സത്യമാകണമെന്നില്ല. ബാഹ്യമായ രൂപങ്ങൾക്കപ്പുറം ഉൾക്കാഴ്ചയോടെ ചിന്തിക്കണം. ജ്ഞാനം ലഭിക്കുമ്പോൾ വിനയത്തോടെ അത് സ്വീകരിക്കണം. ബൽക്കീസ് രാജ്ഞി തൻ്റെ വസ്ത്രമുയർത്തിയത് ഭൗതികമായ ഒരു പ്രവൃത്തിയല്ല, മറിച്ച് താൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നതിൻ്റെ കുറ്റസമ്മതമായിരുന്നു. ചരിത്രം പിന്നീട് മാറ്റങ്ങൾക്ക് സാക്ഷിയായി. ബൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയെ വിവാഹം കഴിച്ചതായും സബഅ രാജ്യം തൗഹീദിന്റെ പാതയിലേക്ക് വന്നതായും പറയപ്പെടുന്നു. എന്നാൽ കാലക്രമേണ ആ ജനത വീണ്ടും നന്ദികേടിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വഴിയിലേക്ക് നീങ്ങി. ഒടുവിൽ അള്ളാഹുവിൻ്റെ വിധി ആ അണക്കെട്ടിനെ തകർത്തു. അരീം പ്രളയം എന്നറിയപ്പെടുന്ന ആ മഹാപ്രളയം സബഇന്റെ പച്ചപ്പിനെ മണൽക്കാടാക്കി മാറ്റി. മറുവശത്ത് പ്രതാപിയായ സുലൈമാൻ നബിയുടെ വഫാത്തും ഒരു വിസ്മയമായിരുന്നു. തൻ്റെ വടിയിൽ ചാരി നിന്ന് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ മാസങ്ങളോളം ആരും അതറിഞ്ഞില്ല. ജിന്നുകൾ തങ്ങൾ സർവജ്ഞരാണെന്ന് അഹങ്കരിച്ചപ്പോൾ ഒരു ചെറിയ ചിതൽ ആ വടി തിന്നുകയും അദ്ദേഹം നിലം പതിക്കുകയും ചെയ്തപ്പോഴാണ് സുലൈമാൻ നബി ഇഹലോകവാസം വെടിഞ്ഞുവെന്ന് ലോകമറിഞ്ഞത്. പ്രതാപവും ഐശ്വര്യവും ആയുസ്സും എല്ലാം സൃഷ്ടാവിൻ്റെ പരീക്ഷണങ്ങളാണെന്നും അറിവാണ് യഥാർത്ഥ സമ്പത്തെന്നും സുലൈമാൻ നബിയുടെയും ബൽക്കീസ് രാജ്ഞിയുടെയും ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നൂർ ബിയോണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.